ഒരു കാലത്ത് ക്യാമ്പസുകളാണ് ഏറ്റവും പഴികേട്ടത്. കാരണം ന്യൂജൻ ഒന്നും ചെയ്യുന്നില്ല, വായിക്കുന്നില്ല, എഴുതുന്നില്ല, ഒരു കാര്യമില്ല അവരെ കൊണ്ട്. പക്ഷേ കോവിഡിന് അനന്തരം ഒരുപാട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രണയദിനമാണ്. പ്രണയദിനം സാധാരണ ക്യാമ്പസുകളിൽ ആഘോഷിക്കാറുള്ളത് പൂക്കൾ കൊടുത്തോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ ഒക്കെയാണ് സാധാരണ. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പ്രണയദിനത്തിന് കേരളത്തിലെ ഭൂരിപക്ഷം കോളേജുകളിലും പുസ്തകം കൈമാറിക്കൊണ്ടാണ് ആഘോഷിച്ചത്. ഇപ്പോൾ പൂവിന് പകരം അല്ലെങ്കിൽ ചുംബനങ്ങൾക്ക് പകരം പുസ്തകം എന്ന് പറയുന്ന മനോഹരമായ ആശയം ലോകത്ത് സംഭാവന ചെയ്യുക എന്ന് പറയുന്നത് അത് കാലത്തിൻ്റെ സംഭാവന കൂടിയാണ്. ഇതിന് മാത്രമല്ല, ക്യാമ്പസിലെ മറ്റ് പരിപാടികൾ, ഒരു ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് പുസ്തകം അങ്ങനെ എല്ലാ തരത്തിലും വായനാ മൂലകൾ ഉണ്ടാകുന്നു, പുസ്തകങ്ങളുടെ ചർച്ചകൾ നടക്കുന്നു. എനിക്കൊന്ന് അഖിലിനെ പോലുള്ള ആളുകൾ എത്ര ക്യാമ്പസുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യാമ്പസുകൾ തന്നെ വായനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവേശകരമായ ഒരു മുന്നേറ്റങ്ങൾ ക്യാമ്പസുകൾക്കുള്ളിൽ ഈ കാലത്ത് നടക്കുന്നുണ്ട്. അത് വളരെ സന്തോഷം തരുന്ന കാര്യം കൂടിയാണ്.